പിറ്റേന്ന് രാവിലെ സേറ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജസ്റ്റിൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. ഫുഡ് അടിക്കുവാണോടി? അവൻ അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു. ഏയ് അല്ല ചാച്ച, ഞാൻ പഠിക്കുക. അവൾ തിരികെ അവനെ കളിയാക്കി മറുപടി പറഞ്ഞു. ഓ, ഈ പെണ്ണിൻ്റെ ഒരു തമാശ. അവൻ അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചു. അവളത് ഇഷ്ടപ്പെടാത്തതുപോലെ മുഖം ചുളിച്ചുകൊണ്ട് കവിളിൽ തലോടി. ചാച്ചൻ്റെ മുറിയിൽ ഇന്നലെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അവൻ ഞെട്ടി അവളെ നോക്കി. എൻ്റെ മുറിയിലോ? ഇല്ല. എന്താ? അത് കേട്ട് അവനൊന്ന് പതറി. അല്ല ചാച്ച, ഇന്നലെ വെളുപ്പിന് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ചാച്ചൻ്റെ മുറിയിൽ നിന്നും ആരുടെ സംസാരം കേട്ടു. ഏതോ പെണ്ണുങ്ങളുടെ പോലെ. പിന്നെ ഞാൻ കരുതി ചാച്ചൻ ഫോണിൽ എന്തെങ്കിലും കാണുമായിരിക്കുമെന്ന്. അവൾ അറിയാത്തതുപോലെ അവനെ നോക്കി പറഞ്ഞു. ആ, അത് അത് ഞാൻ ഉറക്കം വരാഞ്ഞപ്പോൾ ഒരു ഫിലിം കണ്ടുകൊണ്ടിരുന്നതാ. അവൻ പെട്ടെന്ന് നാവൽ വന്ന ഒരു കള്ളത്തരം പറഞ്ഞതും അവളത് വിശ്വസിച്ചു എന്നുള്ള രീതിയിൽ അവനെ നോക്കി തലയാട്ടി. എടി, നീ പോകുന്നില്ലേ? കിള്ളി കിള്ളി ഇരിക്കാതെ കഴിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി റെഡിയാവാൻ നോക്ക്. അവളുടെ മമ്മി അങ്ങോട്ടേക്ക് വന്ന് അവളെ നോക്കി പറഞ്ഞതും ജസ്റ്റിൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അല്ല, നീ എവിടെ പോന്നു? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ചാച്ചൻ അറിഞ്ഞില്ലേ, ഇന്നും ഇത്രേ പെണ്ണ് കാണാൻ ഗിരിയേട്ടൻ വരുന്നുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. ഓ, അതിന്നായിരുന്നു അല്ലേ? അവൻ പറഞ്ഞിരുന്നു കൂടെ ചെല്ലണോന്ന്. ഞാൻ സത്യത്തിൽ അതങ്ങ് മറന്നുപോയി. അവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ചാച്ചൻ അങ്ങോട്ട് വരുന്നുണ്ടോ? ചാച്ചൻ വരുന്നുണ്ടെങ്കിൽ എന്നെ അവളുടെ വീട്ടിലേക്കൊന്നാക്കുവോ? അവൾ സംശയത്തോടെ അവനെ നോക്കി. ഓ ഇല്ല മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം. നീ റെഡിയായിട്ട് പെട്ടെന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തേക്കാം. അവൻ അവളെ നോക്കി പറഞ്ഞു. എന്നാലും മതി, അവിടെ വരെ ഈ വെയിലത്ത് നടക്കണ്ടല്ലോ. അല്ല, ഗിരിയൊക്കെ രാവിലെയാണോ വരുന്നത്? അവൻ വീണ്ടും സംശയത്തോടെ അവളോട് ചോദിച്ചു. അല്ല, ഉച്ച കഴിഞ്ഞിട്ടാണ് അവരൊക്കെ വരുന്നത്. കല്യാണ ഡേറ്റൊക്കെ എടുക്കാൻ വേണ്ടി വരുവാ. അവൾക്ക് പിന്നെ സിബ്ലിങ്സ് ഒന്നും ആരും ഇല്ലല്ലോ. അപ്പോൾ എന്നോട് രാവിലെ തന്നെ ചെല്ലണമെന്ന് ആൻറ്റിയും അവളും പറഞ്ഞിരുന്നു. ഒരുക്കമൊക്കെ വേണ്ടേ? അവൾ ചിരിയോടെ അവന് മറുപടി നൽകി. നീയാണ് അവളെ ഒരുക്കാൻ പോന്നേ? ഒരുക്കി അവസാനം ഗിരി വരുമ്പോഴേക്കും അവളെ ഇല്ലാതാക്കി വെക്കരുത് നീ. അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. അല്ല, നിന്റെ കെട്ടിയവൻ അങ്ങോട്ട് വരുന്നില്ലേ? നിനക്ക് അവൻ്റെ കൂടെ പോയാൽ പോരായിരുന്നോ? ജസ്റ്റിൻ സംശയത്തോടെ അവളെ കളിയാക്കി. ഇച്ചായൻ ചെറുക്കൻ്റെ സൈഡ്, ഞാൻ പെണ്ണിൻ്റെ സൈഡ്. ചാച്ചൻ ഇവിടെ വലിയ വായിലിരുന്ന് ഇത് പറയല്ലേ. വലിയോ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. പിന്നെ എന്നെ വിടില്ല. അവൾ പേടി അഭിനയിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. അവൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് സംസാരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. എങ്കിൽ പിന്നെ ഞാൻ പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി വരാം. ചാച്ചനപ്പോഴേക്കും കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക. അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അവൻ ചിരിയോടെ വീണ്ടും തലയാട്ടി. അവൾ പോയി ഒരു ബ്ലാക്ക് ജീൻസും ചെറിയ ചെക്കിൻ്റെ ബ്ലൂ കളർ ഷർട്ടും എടുത്തിട്ടു. പിന്നെ മുടി കുറച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് വകുപ്പെടുത്ത് വെറുതെ അഴിച്ചിട്ടു. കഴുത്തിൽ അവൻ്റെ മിന്നുമാല മാത്രം ഷർട്ടിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് കയ്യിലൊരു വാച്ചും കുഞ്ഞൊരു കമ്മലും ഇട്ടു. കണ്ണുകൾ ചെറുതായി എഴുതി ഒരു കുഞ്ഞു പൊട്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ അവളുടെ മൊബൈൽ എടുത്ത് പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് അവൾ ഇറങ്ങി. അവൾ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും അവൻ കഴിച്ചിട്ട് കൈ കഴുകുകയായിരുന്നു. ചാച്ച, ഇറങ്ങാം. അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. അവൻ കാറിൻ്റെ കീയുമായിട്ട് ഇറങ്ങിയതും അവളും അവളുടെ മമ്മിയോടും പപ്പയോടും പറഞ്ഞിട്ട് അവളോടൊപ്പം ഇറങ്ങാൻ തുടങ്ങി. മോളിതെവിടെ പോവാ? അവളുടെ വലിയ പാപ്പ അങ്ങോട്ട് ഇറങ്ങി വന്ന സംശയത്തോട് ചോദിച്ചു. ഇന്ന് മിത്രയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് വലിയപ്പേ. ഞാൻ അവളുടെ വീട്ടിൽ പോവാ. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ആരാ മോളെ ചെറുക്കൻ? നമുക്കറിയാവുന്ന ആരെങ്കിലും ആണോ? അയാൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അതേ പപ്പേ, അറിയാവുന്ന ആൾ തന്നെയാ. നമ്മുടെ ഗിരിയേട്ടനാ അവളെ പെണ്ണ് കാണാൻ വരുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് അയാൾക്ക് മറുപടി നൽകി. അവനോ? അവർക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ആ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ? ഇവനൊക്കെ ആരെങ്കിലും പെണ്ണു കൊടുക്കുവോ? അയാൾ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അപ്പേ. അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളുടെ ഇഷ്ടമാണ് വലുത്. തന്നെയല്ല, ഗിരിയേട്ടന് നല്ല സ്വഭാവമാണല്ലോ. പണത്തിനേക്കാൾ പ്രതാപത്തിനേക്കാളും അവർ നോക്കിയത് ഗിരിയേട്ടൻ്റെ സ്വഭാവമാണ്. പണമൊക്കെ ഇന്ന് വരും നാളെ പോവും. ചാവുമ്പോൾ ഈ പണമെല്ലാം കൂടി കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. അവരുടെ മകൾ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ അവരാഗ്രഹിക്കുന്നേ? അവൾ അയാളെ ഒന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാലും വല്ല ഡോക്ടർമാരെയോ എഞ്ചിനീയർമാരെയോ ആ കുട്ടിക്ക് നോക്കിക്കൂടായിരുന്നോ? അയാൾ വീണ്ടും അവളോട് പറഞ്ഞു. അതൊന്നും അവർക്ക് വേണ്ടാന്ന് തോന്നിക്കാണും പപ്പേ. അല്ല, അവൻ വരില്ലേ അവിടെ? മോളെ ഇനി അവൻ ഉപദ്രവിക്കാൻ നോക്കും. വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കും. അയാൾ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. എനിക്കറിയാം പപ്പേ, പക്ഷേ ഞാൻ അതിനൊക്കെ മറുപടി കൊടുക്കും. അല്ലെങ്കിൽ തന്നെ അയാളെ ആര് മൈൻഡ് ചെയ്യുന്നു? ഞാൻ ഇത്രയ്ക്ക് കൂട്ടിനാ പോകുന്നത്. ചേട്ടൻ്റെ വീട്ടുകാർ വന്ന് അവളെ കണ്ടിട്ട് പോകുമ്പോൾ ഞാനും ഇങ്ങ് പോരും. അയാളോട് സംസാരിക്കണമെന്ന് ഞാൻ നിൽക്കില്ല. അവൾ തിരികെ അയാളോട് മറുപടി പറഞ്ഞു. എന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവരിറങ്ങി. ജസ്റ്റിൻ അവളെ മിത്രയുടെ വീട്ടിലേക്ക് ആക്കിയിട്ട് പോയി. മിത്രയുടെ മുറിയിൽ ഇരിക്കുകയാണ് അവൾ. ഞാൻ ഇറങ്ങാൻ നേരം ആ കിളവൻ എന്നോട് പറയുക,
വേറെ ആരെങ്കിലും കിട്ടില്ലേ എന്ന്. വല്ല എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഒക്കെ നോക്കിയാൽ പോരായിരുന്നോ ഗിരിയേട്ടനെ എന്തിനാ പ്രേമിച്ചതെന്ന്. അയാളുടെ ഈ പണത്തോടുള്ള ആർത്തി ഇനി എന്നാണോ എന്തോ മാറാൻ പോകുന്നത്. ഇങ്ങനെ ചാവുമ്പോൾ ഇതെല്ലാം കൂടി കെട്ടിപ്പൂട്ടി കൊണ്ടുപോകും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഓരോ ചൊറിഞ്ഞ വർത്താനം കേൾക്കുമ്പോൾ ദേഷ്യം വരും. അവൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. നീ സമാധാനമായിട്ട് ഇരിക്കു സേറ. ക്രിസ്റ്റി ചേട്ടൻ പറഞ്ഞതുപോലെ നീയും ഓഫീസിലേക്ക് പോകണം. അവിടെ എന്താ നടക്കുന്നതെന്ന് നീയും അറിയണം. നിനക്കും കൂടി അവകാശപ്പെട്ടതാ അതൊക്കെ. അപ്പച്ചനെയും അമ്മച്ചയും കൊന്നത് അയാൾ തന്നെയാണെന്ന് നമുക്കറിയാലോ. പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവുകൾ വേണം. മിത്ര അവളോടായി പറഞ്ഞു. എനിക്കെല്ലാം അറിയാം മിത്ര, പക്ഷെ എങ്ങനെയാ തെളിവുകൾ എനിക്ക് കിട്ടാൻ പോകുന്നത്? അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം? സെറ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇന്നലെ ഗിരിയേട്ടൻ വിളിച്ചപ്പോൾ പറയുന്നത് കേട്ടു. ക്രിസ്റ്റി ചേട്ടൻ വീണ്ടും ആ കേസ് റീഓപ്പൺ ചെയ്യാൻ പോവാണെന്ന്. ഗിരിയേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ചേട്ടൻ്റെ അച്ഛൻ റിട്ടയർഡ് DYSP ആണ്. അപ്പോൾ ആ സാറിൻ്റെ സഹായത്തോടു കൂടി ഒന്നുകൂടി ഈ കേസ് അന്വേഷിക്കാനാണ് ഇവരുടെ പ്ലാൻ. എന്നോട് ഇതിനെപ്പറ്റി ക്രിസ്റ്റി ചേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? മിത്ര സംശയത്തോട് ചോദിച്ചു. ഇല്ലടി, ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോഴേ എന്നോട് ഇതൊക്കെ പറഞ്ഞത്. നാളെ മുതൽ ഓഫീസിലേക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചു. പക്ഷേ കേസ് റീഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി എന്നോട് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതവർ രണ്ടുപേരും കൂടി പിന്നെ തീരുമാനിച്ചതായിരിക്കും. ഗിരിയേട്ടൻ എന്നോട് പറഞ്ഞേ ഉള്ളൂ. ചിലപ്പോൾ ഇന്ന് ക്രിസ്റ്റി ചേട്ടൻ ഇവിടെ വരുമ്പോൾ നിന്നോട് അതിനെപ്പറ്റി സംസാരിക്കുമായിരിക്കും. മിത്ര അവളുടെ സംശയം പറഞ്ഞു. ആ, ചിലപ്പോൾ അതായിരിക്കും. എന്നാലും ഞാൻ ആലോചിക്കുന്നത്, സ്റ്റെല്ല പിശാച് എങ്ങനെ ജസ്റ്റിൻ്റെ കൂടെ? അപ്പോൾ അവനും അവളുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ? രാത്രിയിൽ എങ്ങനെയാണ് വീട്ടിനകത്തൊക്കെ വിളിച്ചു കയറ്റുന്നത്? മിത്ര സംശയത്തോടെ അവളെ നോക്കി. അതല്ലേ രസം. ഇന്ന് ഞാൻ ജസ്റ്റിൻ ചാച്ചനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചാച്ചൻ പറയാ വെളുപ്പിന് ചാച്ച സിനിമ കണ്ടുകൊണ്ടിരുന്നതാണെന്ന്. എന്ത് കള്ളത്തരോ പറഞ്ഞതെന്ന് ഓർക്കണേ. ഇച്ചായൻ പറഞ്ഞതുപോലെ രണ്ടുപേർക്കും കഴപ്പ് മൂത്തിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അവൾ ഇഷ്ടമില്ലാത്തതുപോലെ മിത്രയെ നോക്കി പറഞ്ഞു. നമ്മൾ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് വരെയല്ലേ ഉള്ളൂ ഇവരുടെയൊക്കെ ഒളിച്ചുകളി. അതുവരെ അവിടെ കിടന്ന് കാണിക്കട്ടെ. മിത്ര പറഞ്ഞതും സേറ അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവിടേക്ക് ഒരു കാറ് വന്നിരുന്നു. ദേവര് വന്നു എന്ന് തോന്നുന്നു. പുറത്ത് കാറിൻ്റെ സൗണ്ട് കേട്ട് സേറ ചിരിച്ചുകൊണ്ട് മിത്രയോട് പറഞ്ഞു. അത് കേട്ട് മിത്രയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അയ്യോടി, കാറ് വന്നപ്പോഴേക്കും ഇങ്ങനെ ചുവന്നു തൊടുത്താൽ എങ്ങനെയാ? കുനിഞ്ഞിരിക്കുന്ന അവളുടെ മുഖം ചൂണ്ടുവിരലാൽ ഉയർത്തിക്കൊണ്ട് സേറ അവളെ കളിയാക്കി പറഞ്ഞു. പോടി, എനിക്ക് വല്ലാത്തൊരു വെപ്രാളം പോലെ തോന്നുവാ. അവൾ വയറ്റിൽ കൈവച്ച് സേറയോട് പറഞ്ഞു. അത് കൊള്ളാം, അറിയാത്ത ഒരാളാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ നമ്മുടെ ഗിരിയേട്ടനല്ലേ, അതിനെന്താ നീ ഇങ്ങനെ പേടിക്കുന്നേ? സേറ അവളെ നോക്കി ചിരിച്ചു. ഗിരിയേട്ടനായതുകൊണ്ടാണ് എനിക്ക് വല്ലാത്ത പേടി. അറിയാത്ത ഒരാളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, വന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് വിചാരിക്കായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അവൾ നഖം കടിച്ചു. മിത്രേ, ഇതുവരെ നീ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? വാ, ദേ അവരൊക്കെ വന്നിട്ടുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മിത്രയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞത്. ദേ കഴിഞ്ഞു ആൻറ്റി, ഇപ്പം വരാം. അത് കേട്ട് സേറ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു. അവരതിനെ തലയാട്ടിക്കൊണ്ട് തിരികെ പോയി. അവർ തിരികെ പോയതും സേറയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഡിസ്പ്ലേയിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടവൾ ചെറു ചിരിയോടെ അതെടുത്ത് ചെവിയിലേക്ക് വെച്ചു. അവളെ ഒരുക്കി ഒരുക്കി വൃത്തികേടാക്കാതെ ഒന്ന് ഇറങ്ങി വരുമോ? മറുവശത്ത് നിന്ന് അവൻ സേറയെ കളിയാക്കി. ഒരിക്കൽ ഞാൻ വൃത്തിയാക്കിയോ എന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഹോ, അവൾ തിരികെ അവനെ പുച്ഛിച്ചു വിട്ടു. അതവൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം. ക്രിസ്റ്റി അവൾ പറഞ്ഞതിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ ഫോൺ കട്ട് ചെയ്തു. തിണ്ടി ഫോൺ വെച്ച് അവൾ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. ആരാ? ക്രിസ്റ്റി ചേട്ടനാണോ വിളിച്ചേ? മിത്ര സംശയത്തോടെ അവളോട് ചോദിച്ചു. ഓ, അങ്ങേര് തന്നെ. അങ്ങനെ എന്നോട് പറയാൻ നിന്നെ ഒരുക്കി ഞാൻ വൃത്തികേടാക്കുവാണെന്ന് അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതൊക്കെ നിന്നെ വെറുതെ കളിയാക്കാൻ ചേട്ടൻ പറയുന്നതല്ലേ. എന്തായാലും നീ എന്നെ ഒരുക്കിയത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഈ ഒരു മേഖലയിൽ ഇത്രയും കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മിത്ര അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവളൊന്ന് പൊങ്ങി. പക്ഷെ പിന്നെയും അവൾ തന്നെ കളിയാക്കുകയാണോ എന്ന് സേറയ്ക്ക് ഒരു നിമിഷം തോന്നി. നീ എന്നെ കളിയാക്കി പറഞ്ഞതല്ലല്ലോ അല്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. എടി, ഞാനെന്തിനാ നിന്നെ കളിയാക്കുന്നേ? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. നീ നല്ലതുപോലെ എന്നെ ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് വരട്ടെ, അവരെന്താ പറയുന്നത് നോക്കാലോ. മിത്ര അവളെ നോക്കി പറഞ്ഞത് അവൾ തലയാട്ടി. പക്ഷെ ആൻറ്റി വന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നല്ലതാണെങ്കിൽ ആൻറ്റി ഒരു വാക്ക് പറയേണ്ടതല്ലായിരുന്നോ? അവൾ വീണ്ടും ചോദിച്ചു. അമ്മ ഓരോരോ ടെൻഷൻ്റെ ഇടയ്ക്ക് അതൊന്നും ശ്രദ്ധിച്ചു കാണില്ല. നീ വന്നേ, അവരെല്ലാം നമ്മളെ നോക്കിയിരിക്കല്ലേ. മിത്ര അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. അവർ രണ്ടുപേരും കൂടി മുറിയിൽ നിന്നും ഇറങ്ങി. മോളെ ഇതുവരെ കണ്ടില്ലല്ലോ. അവരെ കാണാഞ്ഞതും ഗിരിയുടെ സംശയത്തോടെ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു. അവരിപ്പോൾ വരും. മിത്രയുടെ അമ്മ പറഞ്ഞ് നാവെടുത്തതും മിത്രയും സേറയും കൂടി അങ്ങോട്ടേക്ക് വന്നിരുന്നു. ആ, ദേ വന്നല്ലോ. മിത്രയുടെ അച്ഛൻ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ മിത്രയിലേക്ക് നീണ്ടു. ഗിരിയുടെ പ്രത്യേകിച്ചും. ഒരു പീക്കോക്ക് കളർ സാരിയായിരുന്നു അവളുടെ വേഷം. മുടിയെല്ലാം നല്ലതുപോലെ പിന്നിക്കെട്ടി, കണ്ണുകൾ നീട്ടി എഴുതി, ഐലാഷൊക്കെ വെച്ച്, നെറ്റിലൊരു കുഞ്ഞു പൊട്ടും ചുണ്ടിൽ ചെറുതായിട്ട് ലിപ്സ്റ്റിക്കും ഒക്കെ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു ജിമിക്കിയും, ഇരു കൈകളിലും സാരിക്ക് ചേരുന്ന വളയും, കഴുത്തിൽ ഒരു കുഞ്ഞു മാലയും. പതിവിലും അവൾ ആ സാരിയിൽ സുന്ദരിയായിരുന്നു.
അവളും ഗിരിയെ തന്നെ നോക്കി. ഒരു ബ്രൗൺ കളർ ഷർട്ടും അതിന് ചേരുന്ന കരയുള്ള മുണ്ടുമായിരുന്നു വേഷം. അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അത് കണ്ട് അവളുടെ മുഖം നാണത്താൽ ചുവന്നു. അവൾ അവനിൽ നിന്നും കണ്ണുകൾ എടുത്തിട്ട് അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവരും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൾ ഓരോരുത്തരെയും നോക്കുമ്പോഴും അവരെല്ലാം തന്നെ തന്നെ നോക്കുകയായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ തന്നിലേക്കാണെന്ന് മനസ്സിലാക്കി അവൾക്ക് വല്ലാത്ത ചളുപ്പ് തോന്നി. അവൾ അടുത്ത് നിന്ന സേറയുടെ കൈകളിലേക്ക് മുറുക്കി പിടിച്ചു. എന്താടി? സേറ അവളുടെ പിടുത്തം മനസ്സിലാക്കി പതിയെ അവളോട് ചോദിച്ചു. നെഞ്ചു വല്ലാതെ ഇടിക്കുവാടി, അവൾ ദയനീയമായി സേറയോട് പതിയെ പറഞ്ഞു. ഗിരിയേട്ടൻ്റെ നോട്ടം കണ്ടാണോ? സേറ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും മിത്ര ഗിരിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ അടിമുടി നോക്കുകയാണ്. അവളിൽ നിന്നും അവൻ കണ്ണുകൾ പിൻവലിക്കുന്നതേയില്ല. അതും കൂടി കണ്ടതും അവൾക്ക് വല്ലാത്ത ചളുപ്പും നാണവും ഒക്കെ തോന്നി. അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവളുടെ ചിന്ത. ഗിരിയേട്ടൻ നിന്റെ ചോര ഊറ്റി കുടിക്കുകയാണെന്ന് തോന്നുന്നല്ലോ മോളെ, സേറ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ചെറുക്കനും പെണ്ണ് നേരത്തെ തന്നെ സംസാരിച്ചത് കൊണ്ടൊക്കെ ഇനിയിപ്പോൾ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവിടെ ഇരിക്കായിരുന്ന മിത്രയുടെ അമ്മാവൻ അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് സംസാരിക്കണം. അയാൾ പറഞ്ഞ് നാവ് അകത്തേക്ക് ഇടുന്നതിന് മുൻപേ തന്നെ ഗിരിയുടെ ശബ്ദം അവിടെ കേട്ടിരുന്നു. അത് കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ മിത്രയിൽ നിന്നും മാറി ഗിരിയിലേക്ക് നീണ്ടു. എല്ലാവരും തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് താൻ എന്താ ഇപ്പൊ പറഞ്ഞതെന്ന് ഗിരിക്കും ബോധം വന്നത്. അവൻ എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു. എല്ലാവരും തിരികെ അവനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് അവൻ വല്ലാതെയായി. അത് പിന്നെ എനിക്ക് അവൻ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. മനസ്സിലായി മനസ്സിലായി, എങ്കിൽ പോയി സംസാരിച്ചിട്ട് വാ, അപ്പോഴേക്ക് ഞങ്ങൾ കല്യാണത്തിനുള്ള തീയതി മറ്റും നോക്കാം. മിത്രയുടെ അച്ഛനാണ് അത് പറഞ്ഞത്. എല്ലാവരുടെയും ചിരി നിന്നെങ്കിലും തൻ്റെ അടുത്തിരുന്ന് മറ്റൊരാൾ കുലുങ്ങി ചിരിക്കുന്നത് അവൻ അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടാ പുല്ല ചിരിക്കുന്നേ? അവൻ ക്രിസ്റ്റിയെ നോക്കി പല്ല് കടിച്ചു. ഒന്നുമില്ല, പോയി സംസാരിച്ചിട്ട് വാ, ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. ഞാൻ പോയിട്ട് വരട്ടെ, നിനക്ക് തരുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു. മോളെ, ഗിരിയും കുട്ടി മുറിയിലേക്ക് പോയി സംസാരിക്ക്. അവളുടെ അമ്മ അവളെ നോക്കി പറഞ്ഞത് മിത്ര അവനെ നോക്കി തലയാട്ടി. ചെല്ല് ചെല്ല്, സേറ അവളെ കളിയാക്കി പറഞ്ഞു. അതിന് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മിത്ര അവരുടെ മുറിയിലേക്ക് നടന്നു. ഗിരിയും എല്ലാവരെയും നോക്കി ഒരു വളിച്ച് ചിരി ചിരിച്ചുകൊണ്ട് അവളുടെ പുറകെയും ചെന്നു. അവർ പോയതും സേറ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ട് ക്രിസ്റ്റി പിരികം പൊക്കി പതിയെ വാനയ്ക്ക് ചോദിച്ചു. പോടാ, അവളും പതിയെ വാനയ്ക്കൊണ്ട് പറഞ്ഞു. മുതിർന്നവരെല്ലാം കല്യാണത്തിനും മറ്റും തീയതി നോക്കാൻ തുടങ്ങിയപ്പോഴേക്കും ക്രിസ്റ്റി അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു. എല്ലാവരും കലണ്ടറിലും മറ്റും കല്യാണ തീയതി നോക്കുന്നത് കൊണ്ട് തന്നെ ആരും അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. തൻ്റെ അടുത്തേക്കാണ് അവൻ വരുന്നത് കണ്ട് അവൾ മുഖം ചുളിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ അടുത്തേക്ക് വന്ന അവൻ അവളുടെ കൈകളിലേക്ക് പിടിച്ചു. പിന്നെ അവളെയും കുട്ടി പുറത്തേക്ക് നടന്നു. വിടടാ പട്ടി, അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ചുണ്ട് രണ്ടും ഞാൻ ഇപ്പോൾ ഒട്ടിക്കും. അവൻ അവളുടെ മുഖത്തിൻ്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ വാ പൊത്തിപ്പിടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളെയും കൂട്ടി പുറത്തേക്കും ഇറങ്ങി.